വർക്കലയിലെ പാപനാശം കുന്നുകളിൽ അനധികൃത നിർമ്മാണം നടക്കുന്നതായി പരാതി. നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും നിർമ്മാണം തുടർന്നാൽ തുടർ നടപടിയെടുക്കുമെന്നും വർക്കല നഗരസഭ അറിയിച്ചു. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണം പൂർണ്ണമായി തടഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വർക്കലയിലെ പാപനാശം കുന്നുകളിലെ ബലിമണ്ഡപത്തിന് സമീപം ക്യാമ്പ് ഷെഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മുമ്പ് നഗരസഭയുടെ അനുമതിയോടെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ വീണ്ടും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് പരാതി. 200 മീറ്ററിലധികം ആഴത്തിൽ ഇവിടെ കുഴൽക്കിണറും സെപ്റ്റിക് ടാങ്കും സൈറ്റ് സീയിങ് ടവർ നിർമ്മിച്ചിട്ടുണ്ടെന്നും നഗരസഭ കണ്ടെത്തിയിരുന്നു. പിന്നാലെ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകുകയും നിർമ്മാണം തുടർന്നാൽ നടപടികൾ സ്വീകരിക്കുമെന്ന് വർക്കല നഗരസഭാ അധികൃതർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെങ്കിലും നിർമ്മാണം പൂർണ്ണമായി തടയപ്പെട്ടിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കഴിഞ്ഞ വർഷം പോലും ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ ക്ലിഫ് ഇടിഞ്ഞിട്ടുണ്ട്. അത് ക്ലിഫ് എപ്പോഴും ഇടിയുന്ന ഒരു ഭാഗത്താണ് ഈ ട്യൂബ്വെല്ല് കുഴിച്ചു എന്നുള്ളത്, ട്യൂബ്വെല്ല് നിർമ്മിച്ചു എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത്രയും അപകടകരമായ രീതിയിലാണ് അവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തി വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് നിർത്താനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നും അത് അവർ നിർത്താത്ത സാഹചര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർക്കല പാപനാശം കുന്നുകളുടെ ഭാഗമാണ്. ഏറ്റവും അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇവിടെ 2 മീറ്റർ ദൂരം പോലും, മലയുടെ അറ്റത്ത് നിന്ന് 2 മീറ്റർ ദൂരം പോലും ഇല്ലാതെ ഇത്രയും വലിയ അനധികൃത നിർമ്മാണം നടന്നിരിക്കുന്നത്. ഇതിനൊക്കെ ആരാണ് സമാനം പറയുന്നത്? ഇവിടെ ഒരു സർക്കാർ സംവിധാനങ്ങളില്ലേ? കൂടാതെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇവിടേക്ക് KSEB വൈദ്യുതി കണക്ഷൻ അനുവദിച്ചെന്ന ആരോപണവും ഉയരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പാപനാശം കുന്നുകൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ പ്രദേശമാണെന്നിരിക്കെ വിഷയത്തിൽ എത്രയും വേഗം അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.